എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മുന്നിൽ കാനഡ വാതിൽ അടയ്ക്കുകയാണോ? ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുള്ള അപേക്ഷകരെയാണ് കൂടുതൽ നിരാശപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. 2027 ആകുമ്പോഴേക്കും ജനസംഖ്യയുടെ 5% താഴെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് കാനഡയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ആളുകളെ നമ്മുടെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ആ സ്വാഗതം നിറവേറ്റാനുള്ള ശേഷി നമുക്കുണ്ടെന്ന് ഉറപ്പാക്കണം. പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതേ തുടർന്ന് കാനഡയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് പെർമിറ്റുകൾ ലഭിക്കുന്നത് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. 2025 കാനഡ ഇന്ത്യൻ വിദ്യാർത്ഥി വിസ അപേക്ഷകളിൽ 80% നിരസിച്ചിരുന്നു. ഒരു ദശാബ്ദത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിരക്കിലാണിതെന്ന് ഇമിഗ്രേഷൻ, റിഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പറയുകയുണ്ടായി. ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള അപേക്ഷകരെയാണ് കൂടുതൽ നിരസിക്കുന്നത്. അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണെന്നാണ് കണക്കുകൾ. പ്രാദേശികമായുള്ള ഗാർഹിക ഭവനങ്ങളുടെ ക്ഷാമം, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, പ്രാദേശിക രാഷ്ട്രീയ ആവശ്യങ്ങൾ എന്നിവ കാനഡയെ നടപടിയെടുക്കാൻ നിർബന്ധിതരാക്കുന്നു. ആയതിനാൽ വിദേശ വിദ്യാർത്ഥികൾക്ക് ഇനി കാനഡയിൽ പ്രവേശനം ലഭിക്കാൻ ശക്തമായ സാമ്പത്തിക രേഖകൾ, വിശദമായ പഠന പദ്ധതികൾ, ഭാഷാ പരീക്ഷാ ഫലങ്ങൾ എന്നിവ നൽകേണ്ടി വരും. അതേസമയം കാനഡ അവരുടെ വാതിലുകൾ അടയ്ക്കുമ്പോൾ ജർമ്മനി വിദേശ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായി മാറിയിരിക്കുന്നുവെന്ന് അപ്ഗ്രേഡ് റിപ്പോർട്ട് പറയുന്നു. ജർമ്മനിയുടെ കുതിച്ചുയരുന്ന സമ്പദ് വ്യവസ്ഥ, കുറഞ്ഞതോ ചെലവില്ലാത്തതോ ആയ പൊതു സർവകലാശാലകൾ, വളർന്നു വരുന്ന ഇംഗ്ലീഷ് ഭാഷാ പ്രോഗ്രാമുകൾ എന്നിവയാണ് ജർമ്മനിയെ ആകർഷകമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കാനഡ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് എതിരായിട്ടുള്ള ഒരു നിയമ ഭേദഗതിയിലേക്ക് പോകുന്നു എന്ന് തന്നെ അനുമാനിക്കേണ്ടതുണ്ട്. അതുപോലെ ഇനിയുള്ള വിദ്യാർത്ഥികൾ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അവിടുത്തെ നിയമവ്യവസ്ഥകളെ പരിശോധിച്ച യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് മാത്രം ഈ രാജ്യങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.